ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള എൻ്റെ റൊട്ടീനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ ഞാൻ ചനാദാളും വെള്ളയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. ചനാദാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേവിച്ച് വെച്ച കടല എടുത്തിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ പീസ് പട്ട, 2 ഗ്രാമ്പ്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം പട്ട, ഗ്രാമ്പ് എല്ലാം ഒരുമിച്ച് ചേർത്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. ഇത് 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ ഞാനിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിട്ടിട്ട് ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞാൽ ഇത് തണിഞ്ഞിച്ച് നമുക്ക് ഒരു ജാറിലോട്ടിട്ട് അരച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ മസാല. ഈ കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ മസാല ഇതാണ്. ഈ അരവിലേക്ക് മസാലക്കകത്ത് 2 സ്പൂണ് കടല ഇട്ട് കൊടുക്കുക. കുറച്ച് കടല വേവിച്ച വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇത് വീണ്ടും ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ആ തണിയുന്ന സമയം കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളി, പച്ചമുളക്, തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും വേണ്ട, അതൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനാവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളൊന്നും വേണ്ട. ഇതൊന്ന് വഴന്ന് വന്നാൽ അടച്ചു വെച്ച് വേവിച്ചിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ അരച്ച് വെച്ച മസാല ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇനി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്ര വെള്ളം ചേർക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം തിള വരുന്നവരെ ഒന്ന് അടച്ച് വെക്കുക. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കടല ചേർത്ത് കൊടുക്കുക. കടല ആദ്യമേ വേവിച്ചതായതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളക്കുന്നവരെ വെക്കണ്ടു. അപ്പോഴത്തേക്കും കറി റെഡിയാവും. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ചുടാം. എല്ലാ വെള്ളയപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചനാദാളിൻ്റെ കറിയും വെള്ളയപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറി എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറിയാണ്. വെള്ളയപ്പത്തിൻ്റെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് മോള് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് സ്കൂളിൽ പോകാനൊരു മടിയുണ്ട്. അങ്ങനെ സ്കൂൾ ബസ് പോകുന്നവരവൾ പോയിട്ടില്ല. എന്നാൽ അവൾ സ്കൂളിലേക്ക് കൊണ്ടാക്കലാണ്. അങ്ങനെ അവൾ സ്കൂളിൽ പോയതിന് ശേഷം എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് പിരിച്ച് വെക്കുന്നുണ്ട്. എല്ലാ റൂമിലെ ബെഡൊക്കെ പിരിച്ച് പൊടിയൊക്കെ തട്ടിയിട്ടാണ് ഞാൻ അടിച്ചു വാരൽ. അല്ലാത്ത ഓരോ റൂമും ഇങ്ങനെ പൊടിയൊക്കെ തട്ടി അപ്പം തന്നെ അടിച്ചു വാരി അടുത്ത റൂമിൽ പോയി അത് തട്ടി അത് അടിച്ചു വാരി അങ്ങനെയല്ല, എല്ലാം ഒരുമിച്ച് ചെയ്ത് വെക്കും. എല്ലാ റൂമിലേക്ക് ബെഡ്ഷീറ്റ് മാറ്റണമെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ എല്ലാം പിരിച്ച് വെച്ച് ആ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ജനലിൽ അൽമാരക്കുള്ള പൊടിയൊക്കെ തട്ടി എന്നിട്ടാണ് ഞാൻ അടിച്ചു വാരൽ. അടിച്ചു വാരിയിട്ടാണ് കിച്ചണിലോട്ടൊക്കെ കീയും. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ആരെങ്കിലും വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും ഗസ്റ്റോ അല്ലെങ്കിൽ നമ്മളെ അയൽവാസിയോ ആര് വന്നാലും ഞങ്ങളെ വീട് നല്ല നീറ്റായിട്ടുണ്ടാവും. പരമാവധി എണീച്ചാൻ പാടന്നെ ഈ ബെഡൊക്കെ ഒന്ന് പിരിച്ചിടാൻ നോക്കണം. ഞാനിന്ന് കുറച്ച് തിരക്കിലായി പോയിട്ടാണ്. മോൾക്ക് ജലദോഷം ആയതുകൊണ്ട് അവൾ വല്ലാത്ത സ്വഭാവത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക
കരഞ്ഞോണ്ടിരിക്കുന്നത്, എന്നെ തട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ തന്നെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രാവിലെ ചെയ്യാന്ന്. അല്ലെങ്കിൽ രാവിലെ അവളെ പോകുമ്പോൾ പിന്നെ ബെഡൊക്കെ പിരിച്ചു വെക്കും. നമ്മളെപ്പോഴും വീട് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നല്ല വൃത്തിയോടുകൂടി ഞങ്ങൾ ആ വീട് കൊണ്ട് നടന്നാൽ ആ വീട്ടിൽ കയറി വരുന്നവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അല്ലാത്ത ഞങ്ങൾ വീട് എപ്പോൾ തോന്നിയ പോലെ പണിയെടുക്കുക, തോന്നിയ പോലെ ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെ ഫോണിൽ കളിക്കുക, അങ്ങനെ എല്ലാം ആക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അതുപോലെ ഞങ്ങളെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും ഞങ്ങളെ വീട് കയറി വരുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുക. അപ്പം ഞങ്ങൾ വീട് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും രാവിലെ തന്നെ എല്ലായിടത്തും നല്ല ക്ലീൻ നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലെപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഞാനങ്ങനെയാണ് ചെയ്യല് കേട്ടോ. എവിടെ പോകുന്നുണ്ടെങ്കിലും എത്ര തിരക്കാണെങ്കിലും എൻ്റെ പരിപാടി എത്ര തിരക്കിട്ട പരിപാടിയാണെങ്കിലും പോകുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വീടൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ട് പോകും. ബെഡൊക്കെ പിരിച്ച് അടിച്ച് വാരി തുടച്ചിട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. അല്ലാത്തപ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറുമ്പം തന്നെ ആകെ ഒരു ക്ഷീണമായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, രാവിലെ എണീറ്റ് എല്ലാം ക്ലീനാക്കാന്നുള്ളൊരു ചിന്ത വരാം. അതുകൊണ്ട് എവിടെ പോകുമ്പോൾ ഞാൻ എല്ലാം ക്ലീനാക്കിയിട്ട് പോകും. ഞാൻ എല്ലായിടത്തും പൊടിയൊക്കെ തട്ടിയെടുക്കുന്നുണ്ട്. മക്കൾ പോയി കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങൾ പുറക്കി വെക്കാനും ബുക്ക് എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ടൈം, അടിച്ചു വാരി തുടക്കുന്നതിനൊക്കെ ടൈം വീട്ടിലെ ഓരോ സാധനങ്ങൾ അവരുടെ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടാവും. അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് പൊടിയെല്ലാം തട്ടി അടിച്ചു വാരലാണ്. അങ്ങനെ അടിച്ചു വാരിയതിന് ശേഷം പിന്നെ കിച്ചണിൽ പാത്രമെല്ലാം ഉണ്ട്, കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന പാത്രമെല്ലാം ഉണ്ട്, അതൊക്കെ കൈയ്യെടുക്കട്ടെ. എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് റൂമിലോട്ട് പോവുക. ചില ദിവസങ്ങളിൽ റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ട് കിച്ചണിലേക്ക് വരും. അത് ഓരോ മൂഡ് പോലെയാണ് ചെയ്യൽ. നല്ല രാവിലെ തന്നെ പണിയൊക്കെ തീർക്കും. ഒരു 10-11 മണിയാകുമ്പോഴേക്ക് പണിയെല്ലാം തീർക്കും. പരമാവധി വേഗം പണി തീർത്ത് വെക്കും. എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പാത്രമെല്ലാം കൈയെല്ലാം എടുത്ത് വെച്ചിട്ട് കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് തുടച്ച് കിച്ചൺ നീറ്റാക്കി വെക്കുന്നുണ്ട്. എല്ലായിടത്തും ഞങ്ങളെ വീട്ടിലെ എല്ലായിടത്തും ഡെയിലി ഞങ്ങളെ കൈയെത്തണം. എന്നാലേ നമ്മൾ വീട് എപ്പം നീറ്റുണ്ടാകും. അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം മാത്രം ക്ലീൻ ആക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പൊടി പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും തുടച്ചെടുക്കും. പരമാവധി എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാൻ നോക്കലുണ്ട്. അല്ലാത്തത് മാസത്തിലൊരിക്കൽ ചുമരൊക്കെ ടൈലൊക്കെ തേച്ചോ അങ്ങനെയാണ് ഞാൻ ക്ലീൻ ആക്കൽ. അങ്ങനെ തുടക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കലാണ്.
ഇന്ന് ഉച്ചക്ക് ചോറുണ്ടാക്കിയിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഇന്നലത്തെ ബിരിയാണിയൊക്കെ ഉണ്ടായിന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് എടുത്ത് വെക്കലാണ്. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.